ഹായ് വാട്സാപ്പ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ദിവസം, വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈമിൽ കോഡ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സുഹൂബ് ടവറിൻ്റെ അവിടെ കോഡ് ഇറങ്ങിയിട്ട് കേട്ടോ. സുഹൂബ് ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കൗർഫുഖാൻ്റെ അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ഒരു സുഹൂബ് ടവർ എന്ന് പറയുന്നത്. ഒരുവിധം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ നേരെ ഇനിയിപ്പോൾ വണ്ടി എടുക്കാൻ പോകട്ടോ. ചാവിയുടെ ചാവി പോയാ നമ്മൾ വണ്ടിയിലേക്ക് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഒന്ന് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പരിപാടി കട്ടൻ്റെ കിട്ടിച്ചിട്ടാണ് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വിടട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ക്ലൈമറ്റാണ്. ചൂട് കുറവാണ്, പക്ഷേ ഇങ്ങനെ മഴ പെയ്യില്ല നന്നിങ്ങനെ നിൽക്കണം. പക്ഷേ മഴ തരുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, വണ്ടിമേലൊക്കെ ആകെ പൊടിയാണ്. ആകെ പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സും വേണ്ട, ക്ലിയർലി കണ്ടില്ലേ, ആകെ പൊടിയാണ് കേട്ടോ. അവിടെ ഒക്കെ ആകെ പൊടിയാണ്, അതാണ് തരുന്നത്. പിന്നെ ഇങ്ങനെ നൈസായിട്ട് മഴ ചാറുന്നുണ്ടല്ലേ, തുള്ളികൾ കണ്ട. അപ്പം മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ എന്തായാലും നമുക്ക് നേരെ സുഹൂബ് ടവറിൻ്റെ മുകളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു 2 ഷോർട്സ് റീൽസൊക്കെ എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ നിസാമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നിസാമിന് എടുക്കണം. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ടൂറിസം ഓപ്പൺ ആയിട്ടുണ്ട്. 15th ഓൺവേർഡ്സ് ഓഗസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മളെല്ലാവരെയും ആവശ്യമാണ്. അവരെ എന്താ പറയുക, ഒരു പുതുജീവിതത്തിലേക്ക് എത്തിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യത ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണുന്ന പോസ്റ്ററുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ വയനാട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്നവരൊക്കെ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് വേണം പോവാനും അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാനൊക്കെ. അപ്പോൾ മാക്സിമം വയനാടിനെ സപ്പോർട്ട് ചെയ്യുക, ടൂറിസം പ്രൊമോട്ട് ചെയ്യുക. ടൂറിസം വളരട്ടെ, വയനാട് വളരട്ടെ, കൂടെ അവിടുത്തെ ജനങ്ങളും വളരട്ടെ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നിസാമിന് പോയി പൊക്കെ അവിടെ എന്താ മന്തി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം മന്തി നമുക്കൊന്ന് അടിച്ചിട്ട് വരട്ടോ. മന്തി ഉണ്ടെന്ന് പറയുന്നുണ്ട്, നോക്കട്ടെ എന്താ പാട്. കമോൺ ഗായ്സ്, ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിസാമ എല്ലാം കോലാക്കി ചെയ്യുന്ന കൽപ്പളെ ഇതെല്ലാം ഉണ്ടാ. നമുക്കുള്ളുണ്ട്. നിസാമേ ഒരു പ്ലേറ്റ് എടുത്തടാ. അപ്പം മന്തി വെച്ചിട്ട് കാണാം. അങ്ങനെ മന്തി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് മന്തി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ചമ്മന്തി അറിയിക്കോടാ, നാട്ടിനെ മൊത്തം അറിയിക്കും. മിജുബാ, ആർ യു റെഡി? പോവാ. ഇവിടെ നോക്കിയാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഫ്ഖാൻ റിംഗ് റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ മഴയില് കുറേയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടാ. അപ്പൊ അതേ റോഡൊക്കെ പൊളിഞ്ഞെടുക്കാണ്. നമ്മൾ നേരെ അത് കയറുകയാണ്. ഇനിയിപ്പോ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഗേറ്റ് കിട്ടും. ഇവിടെയാണ് നമ്മളെ വണ്ടി സ്കാൻ ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നേരെ കടത്തി വിടുന്ന ഒരു സ്ഥലമാണ്. വരുമ്പോ ഒരു 20 ദിർഹംസ് നമ്മൾ കയ്യിൽ കരുതിക്കുക. ചെക്ക് പോയിന്റ് ആണ്. വണ്ടി സ്ലോ ആവട്ടെ. ഓപ്പൺ ആയിക്കോ. ഓപ്പൺ ആവട്ടെ. കംപ്ലീറ്റ് പൊളിഞ്ഞിരിക്കുന്നു നോക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാലേ, മല ഇടിഞ്ഞാലത് ഇടിച്ചിട്ട് റോഡ് വീതി കൂട്ടാനാന്നൊരു ഡൗട്ടാണ്. കണ്ടാ JCB ഒക്കെ നോക്കിയാ. മിച്ചു പറഞ്ഞിട്ടില്ല, അതന്നെ സംഭവം ആണ്. സീ ലെവലിൽ നിന്ന് ഒരു 600 മീറ്റർ ഏകദേശം
മുകളിലാണ് ഈ ഒരു സുഹൂബ് ടവർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ നേരെ കാണുന്നില്ല, കോടായതുകൊണ്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ആ നേരെ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഫ്ഖാൻ പോർട്ടാണ്. പിന്നെ ഇവിടെ നല്ല ഷിപ്പിൻ്റെ വ്യൂ കേട്ടോ. ഇത് കപ്പൽച്ചാലാണ് ഇതിൽ കൂടെ പോണത്. ഈ കോർഫ്ഖാൻ പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഒരു പോർട്ടാണ് ഈ കോർഫ്ഖാൻ പോർട്ട് എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കപ്പൽ വരുന്ന കാണാൻ പറ്റും. കണ്ടാ, കപ്പലൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കോടായണ്ട് തന്നെ ഒന്നും കാണുന്നില്ല. പിന്നെ ഈ അടിയിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യം പിന്നെ റെസിഡൻസ് ഏരിയൊക്കെയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ കേട്ടോ. സൂപ്പർ ടവറിൻ്റെ മുകളിൽ വരുന്നവർക്ക് കിട്ടുക സൂപ്പർ വ്യൂ ആണ്. പിന്നെ അങ്ങനെ അതാ പോർട്ട് കാണുന്നത്. പോർട്ടിനടുത്തൊരു ഷിപ്പ് ഇട്ടുണ്ട്, ഒരു കാരിയർ എടുക്കുന്നുണ്ട് അവിടെ കേട്ടോ. അതങ്ങനെ തന്നെ ഫുള്ള് മലയും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ കയറി വരുന്നുണ്ട് കണ്ടാ. മുകളിൽ നല്ല തണവട്ടാ. അങ്ങനെ മുകളിൽ കയറും തോടും തണവ് ഇങ്ങനെ കിട്ടിയോണ്ടിരിക്കുന്നുണ്ട്. ഇല്ല കാണുന്നുണ്ട്, പുറത്ത് കഴിച്ചോക്ക്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെറസ് പോലെ കാണാൻ പറ്റും. അതായത് ഒരു ലാൻഡിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് പാർക്കിങ്ങും കൂടെ കുട്ടികൾക്ക് വിളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും ചെറിയൊരു സ്നാക്സൊക്കെ കിട്ടുന്ന കടകളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. കൂടെ കിടക്കുന്ന ആ ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷട്ടിൽ സർവീസ് പോലെ ഓടുന്നതാണ്. ചെറിയൊരു എമൗണ്ടിന് നമുക്ക് ഈ കോർഫ്ഖാൻ മൊത്തം ചുറ്റി കാണാൻ പറ്റും ഈ ഒരു ബസ്സിൽ. എൻ്റെ മോനെ എളുപ്പമല്ല കേട്ടോ. ഒരു കുന്തം കാണില്ല ഇവിടുന്ന്. ആകെ കോട നിറഞ്ഞിട്ട് കോട പോണോക്ക് എനിക്ക് കാണാൻ പറ്റണ്ട. ട്രാവലിങ് കോട ട്രാവലിങ് ഉണ്ടല്ലോ. അയ്യോ പൊള്ളി വൈബ് മുത്തേ, പൊള്ളി വൈബ്. ഇതാണ് നമ്മളെ സുഹൂബ് ടവർ വരുന്നത് കേട്ടോ. ഇതില്ല, ജസ്റ്റ് ഒരു റെസ്റ്റോറൻ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. ജസ്റ്റ് ഒരു റെസ്റ്റ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടൊരു സംഭവം കേട്ടോ ഈ സുഹൂബ് ടവർ എന്ന് പറയുന്നത്. അഫോർഡബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടൈം അഫോർഡബിൾ ആണെന്ന് പറയാം. ഈ കോടയാണ് ഇങ്ങനെ പാറി കളിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ വിസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും കാണില്ല നമുക്ക്. കണ്ടില്ലേ, അടിയിലേക്ക് ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടണില്ല. ഏകദേശം നമ്മൾ താമസിക്കണ അവിടെ ആയിട്ട് വരും കേട്ടോ. അവിടെ ആയിട്ട് വരും നമ്മൾ താമസിക്കുന്ന ഏരിയ. പക്ഷേ ഒരു വിസിബിലിറ്റി ഇല്ല. കംപ്ലീറ്റ് കോട മൂടിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഫുൾ കോട. വൈബാണ് കണ്ടല്ലേ. സുഹൂബ് ടവറിൻ്റെ മുകളിൽ നിന്നും പൊളി. ഓടിക്കോ. ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള പ്ലേസ് ഉണ്ട് കേട്ടോ അവിടെ. ചെറിയ ഐറ്റംസ് കളിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഉള്ളിക്കട് പോയ ആ തല മുട്ടു. അപ്പുറത്ത് പോ. ഇങ്ങോട്ട് മിച്ചു വാ. ഹലോ, ഓടിയ. ഏത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കിട്ടുകഴിഞ്ഞാൽ. സൂപ്പർ വ്യൂ എന്ന് വെച്ചാൽ സൂപ്പർ വ്യൂ.
ലൊക്കേഷൻ സുഹൂബ് ടവർ ആട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും. ഏകദേശം 600 മീറ്റർ മുകളിലാണ് ഈ സുഹൂബ് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 600 മീറ്റർ സീ ലെവൽ. സോ ദിസ് ഈസ് ദ പ്ലേസ് ഫോർ എൻജോയ്. വാവ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, പിന്നെ എന്താക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ അതും തീരെ മറക്കണ്ട. നിസാമ അപ്പം എനിക്ക് എന്താ പറയുള്ളത്? അപ്പോൾ നമ്മുടെ സുഹൂബ് ടവറിൻ്റെ അവിടെ നിന്ന് സൈൻ ഓഫ്.